ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ അടുത്ത ട്രാവലിംഗ് ക്യാമ്പിലേക്കായിരുന്നു. ക്യാമ്പും ഡെസേർട്ടിൽ തന്നെയായിരുന്നു. ഡെസേർട്ടിൻ്റെ കുറച്ചുകൂടി ഉൾഭാഗത്തായിരുന്നു ക്യാമ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നൊരു വണ്ടിയിൽ കയറി, പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി ഒരു വണ്ടിയിൽ കയറിയിട്ടാണ് നമ്മുടെ ക്യാമ്പിലേക്ക് പോയത്. ദുബായ് എന്ന് പറയുന്ന പേരുള്ള ഒരു ക്യാമ്പിലേക്കാണ് നമ്മൾ പോയത്. കാരണം അവിടെ ഒരുപാട് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദുബായ് എന്ന പേരുള്ള ഒരു ക്യാമ്പിലാണ് പോയത്. ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ ക്യാമ്പിലേക്ക് എൻട്രി ചെയ്യുന്ന അനുസരിച്ച് കാണിച്ചു തരാം. ആദ്യമേ തന്നെ അവർ നമുക്ക് ഒരു വെൽക്കം എന്ന രീതിയിൽ റാപ്സ് തലയിൽ കെട്ടുന്നത് പോലെ തന്നെ കുട്ടുവിന് കെട്ടിക്കൊടുത്തു. പക്ഷെ അതിന് പേ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടുവിന് മാത്രമാണ് കെട്ടാൻ വാങ്ങിച്ചത്. ബാക്കി ഞാൻ പറഞ്ഞു വേണ്ട, കുട്ടു മാത്രം ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിൽ കുട്ടുവിന് കെട്ടിക്കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അടുത്തേക്ക് പോയി. പിന്നെ അവിടെ ഈഗിളിനെ പിടിച്ച് ഒരുപാട് പേര് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈഗിളിനെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. പക്ഷെ അത് പേടിയായതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ച്. അപ്പോൾ അടുത്ത കുട്ടു പോകാൻ വേണ്ടി പോണത് ഒരു ക്യാമൽ റൈഡിനാണ്. അപ്പോൾ കൃപ കുട്ടുവിനെ കൊണ്ട് നിർത്തി കുറേ രീതിയിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടു നമ്മുടെ ടാൻസാനിയ അങ്കിളുമായിട്ട് ഒരു ക്യാമൽ റൈഡിന് കയറി. പേടിയുണ്ടോ ഇടംകുട്ടാ? കൃപക്ക് പേടിയായതുകൊണ്ട് തന്നെ ഞാനൊരു അവിടെ വന്നൊരു കുട്ടിയുടെ ഒപ്പം ക്യാമലിൻ്റെ പുറത്ത് വലിഞ്ഞു കയറി. അത് പൊങ്ങിയപ്പോൾ ക്യാമൽ ഉയർന്നപ്പോൾ എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. ഞാൻ പതുക്കെ ഒന്ന് കയറി. പക്ഷേ പിന്നീട് അതിൻ്റെ പുറത്തെ യാത്ര ഒരു അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ കയറി കൊണ്ടാണെന്ന് അറിയത്തില്ല, ക്യാമൽ ആദ്യം ഒന്ന് അവിടെ നിന്ന് എഴുന്നേക്കാനൊക്കെ ഒന്ന് വിസമ്മതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ക്യാമലിൻ്റെ എല്ല് നന്നായിട്ട് കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു നമ്മുടെ കാലിൽ. അത് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ക്യാമൽ സഫാരി അടിപൊളി തന്നെയായിരുന്നു. ഞാനില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് ക്യാമ്പിൻ്റെ ഉള്ളിലേക്കാണ്. അവിടെയാണ് നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ഫുഡുണ്ട്, അതുപോലെ ബെലി ഡാൻസ് ഉണ്ട്, ഫയർ ഡാൻസ് ഉണ്ട്, പിന്നെ മറ്റേ എന്തോ പേര് മറന്നുപോയി, ആ ഒരു ഡാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മൈലാഞ്ചി ഇടാം. ഇതെല്ലാം ആ ഒരു 100 ദിർഹം നമ്മൾ പേ ചെയ്തില്ലേ, ആ പാക്കേജിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. What is it? Azim bhai. നമ്മുടെ ഗൈഡ് നമ്മുടെ ഒരു സ്ഥലത്ത് കൊണ്ടേയിരുത്തി. അപ്പോൾ അവിടെ ഹുക്ക് ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാമായിരുന്നു. മാന്മാർന്ന് വന്ന ആ 2 ലേഡീസിൽ ഒരാൾ നന്നായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് മിൻറ്റിൻ്റെയും ലെമണിൻ്റെയും ഒരു ഫ്ലേവർ വെച്ചിട്ട് എന്നോട് ചോദിച്ചത് വേണമെന്ന്. മേടിച്ചിട്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കൃപ അതിൻ്റെ വീഡിയോ നന്നായിട്ട് ആസ്വദിച്ച് ഷോർട്സിലിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ചെക്കനെ കൂടി ഉൾപ്പെടുത്തണം.
ഒരെണ്ണം എടുത്ത് തന്നെ ആൾക്കാർ കാണുമ്പോൾ ഇതായിപ്പോയി തണുത്ത്. ലേഡീസ് വന്ന് അവരുടെ പെർഫോമൻസ് തുടങ്ങി. ബെല്ലി ഡാൻസ് ആയിരുന്നു. കുട്ടികളൊക്കെ കണ്ണടച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെർഫോമൻസ് എന്നിരുന്നാലും അടിപൊളി തന്നെയായിരുന്നു. അവരുടെ ആ ഒരു എടുത്തു പറയാനാണ് കാരണം ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു വെച്ചിട്ടുള്ള ഓരോരോ പെർഫോമൻസും ഒക്കെ അവർ മാറി മാറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നെയായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ആ പാട്ടിൻ്റെ താളത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന മ്യാൻമാറുകാർ രണ്ടുപേരും മൂവ്മെൻറ്റ്സ് വെക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കൃപമോളും വെക്കുന്നുണ്ടായിരുന്നു. അവൾ കാണാതെ പതുക്കെ ഞാൻ എടുത്തു. പിന്നെ അവൾ പോസ് ചെയ്ത് തന്നെ നിന്ന് തന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ പെർഫോമൻസിന് ശേഷം വന്ന് 2 ബോയ്സ് ജെൻസിൻ്റെ ആയിരുന്നു. അവരുടെ പെർഫോമൻസും അതും എന്താ പറയുക അടിപൊളിയായിരുന്നു. എനിക്ക് ഈ ഡാൻസിൻ്റെ പേരറിയത്തില്ല. സൂഫി ആയിരിക്കുമെന്നോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ക്ലിയർ അല്ല സൂഫി ഡാൻസ് തന്നെയാണോ എന്നുള്ളത്. പക്ഷേ പറയാണ്ട് ആ ഒരു റൗണ്ടിങ്, ആ ഡ്രസ്സിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ ഈ ഡ്രസ്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ ഓർക്കുമായിരുന്നു. കാരണം അത് അത്രയും ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ. കാരണം നമുക്ക് നമ്മുടെ ഈ വീഡിയോയിൽ ഇടുവാണെങ്കിൽ അത്രയ്ക്ക് ലെങ്തി ആയി പോകും. അവരുടെ ഈ ഡ്രസ്സിൽ തന്നെ ഫുൾ അവർ പിന്നിടക്ക് കറണ്ട് കളഞ്ഞു. എന്നിട്ടിട്ടപ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ടൈം അവരിങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അത് പറയാൻ വയ്യ. ഹാറ്റ്സ് ഓഫ്. ഈ ഒരു പെർഫോമൻസിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും പെർഫോമൻസ് ഉണ്ട്. അവിടെയാണ് ഫയർ ഡാൻസ്. പക്ഷേ ഈ വീഡിയോ ലെങ്തി ആയി പോയത് കൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഫയർ ഡാൻസും ഫയർ വർക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെയാണ് ഫയർ വർക്ക് അവിടെ തുടങ്ങുന്നത്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണാം. സോ സൈനിങ് ഓഫ്. ബൈ.